നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വയറ് മാത്രമല്ല മാഡം, സാറിന്റെ മനസ്സ് നിറയുന്ന വിധം ഊട്ടി. സാറ് വൈഫിനോട് വഴക്കിട്ടാണ് വീട്ടിൽ നിന്ന് വന്നതല്ലേ മാഡം പറഞ്ഞത്? പക്ഷേ ഇവിടെ രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് തോന്നുന്നത് വീട്ടിൽ വെച്ച് മാഡത്തിനെ കാണിക്കാനായി രണ്ടാളും കൂടി നാടകം കളിക്കുവാണെന്നാ. അല്ല ജ്യോത്സ്ന, അവർക്കിടയിൽ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിൽ ഇവിടെ വന്നിട്ട് അവര് പ്രശ്നം പറഞ്ഞ് സോൾവ് ചെയ്ത് കാണും. ശരി, വീട്ടിലും ഓഫീസിലും ഗൗതമിന് രണ്ട് മുഖമാണെങ്കിൽ അത് പൊളിച്ചടുക്കിയേ പറ്റൂ. ഓക്കെ മാം. പിന്നെ ഞാൻ ചോദിച്ച ക്യാഷിന്റെ കാര്യത്തില് ഇതുവരെ തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ. നീ ചോദിച്ചതേ വലിയൊരു എമൗണ്ടാ. നിന്റെ സാലറിയിൽ നിന്ന് അത്രയും തുക ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീർക്കണമെങ്കിലേ വർഷങ്ങൾ എടുക്കുമല്ലോ. എനിക്ക് അത്യാവശ്യമാണ് മാം. ചോദിക്കാൻ എനിക്ക് വേറെ ഒരാളില്ല. ശരി, ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ശരി മാം. ആശം പിടിച്ച വേദന, ശരി കൈ എടുക്കാനും വയ്യോ. ശിവാനി, അയ്യോ ശിവാനി, ഈശ്വര, ശിവാനി, എൻ്റെ അമ്മേ. കയ്യ് ശിവാനി, അയ്യോ തീരെ വയ്യ. വെറുതെ നമ്പർ ഇറക്കാതെ എഴുന്നേക്കടി. അയ്യോ ആന്റി ആയിരുന്നോ? ഞാൻ വിചാരിച്ചു പാർവതി ആന്റി ആയിരിക്കുന്നു. നിന്റെ അടവൊന്നും എന്റെ അടുത്ത് വേണ്ട. നീ ഒറ്റ ഒരുത്തി കാരണം അകൽച്ചയിലായിരുന്ന ഗൗതമും നിധിയും വീണ്ടും അടുത്തു. അതെങ്ങനെ? ഗൗതമിന് ഫുഡും കൊണ്ട് ഓഫീസിൽ പോയ നിധി ഇപ്പൊ അവന്റെ കൂടെ ഡുവറ്റ് പാടുക. നീ മാത്രമാ ഇതിന് കാരണക്കാരി. ഞാൻ എന്ത് ചെയ്തെന്ന് ആന്റി പറയുന്നേ? നീ ഒന്നും ചെയ്യുന്നില്ല, അതാ പ്രശ്നം. ഗൗതമിന് ഫുഡ് കൊടുത്തുവിടാൻ അവൻ എന്നോട് പറഞ്ഞതാ. ജോലിക്കാര് ലീവ് ആയതുകൊണ്ട് ഞാൻ നിന്നോട് ആഹാരം വെക്കാൻ പറഞ്ഞു. നീയോ അസുഖം നടിച്ച് ജോലിയൊന്നും ചെയ്തില്ല. ഒടുവില് നിധി ഫുഡുമായിട്ട് പോയി ഗൗതമുമായിട്ടുള്ള പിണക്കം തീർത്തു. നീ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവനെ വശത്താക്കാൻ പറ്റിയ സമയമായിരുന്നു ഇത്. സോറി ആന്റി, ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആന്റി നോക്കിക്കോ, അടുത്ത തവണ ഗൗതം ഫുഡിന് പറയുമ്പോ ഞാൻ സൂപ്പറായിട്ട് നൂഡിൽസ് ഉണ്ടാക്കി വയറ് നിറയെ വിളമ്പി കൊടുക്കും. നൂഡിൽസോ? എടി, അവന് ചോറും കറികളുമാ ഇഷ്ടം. നീ അത് വേണം ഉണ്ടാക്കി കൊടുക്കാൻ. അയ്യോ, എനിക്ക് നൂഡിൽസ് മാത്രം ഉണ്ടാക്കാൻ അറിയൂ. പിന്നെ എല്ലാം വെട്ടി വിഴുങ്ങാനും അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തന്നെ നിന്റെ അമ്മയെ ഫോൺ വിളിച്ച് ചോറും കറികളും ഉണ്ടാക്കാൻ പഠിക്കണം. നാളെ ഗൗതമിനുള്ള ഊണ് നിന്റെ വകയാണ്. അയ്യോ ആന്റി, അമ്മ ഉണ്ടാക്കുന്നത് മായി വെക്കാൻ കൊള്ളൂല. ഓ, അപ്പൊ നിന്റെ അമ്മയുടെ സൃഷ്ടികളെല്ലാം നിന്നെ പോലെ തന്നെ വേസ്റ്റ് അല്ലേ? ആന്റി, മര്യാദക്ക് നെറ്റിൽ നോക്കി ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു വെച്ചോ. അതാ നിനക്ക് നല്ലത്. ഞാൻ എന്തിനാ ആന്റി കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം? നാളെ ജോലിക്കാരി വരുമല്ലോ, നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാം. ഞാൻ നിന്നോട് പാചകം പഠിക്കാൻ പറഞ്ഞതേ ഇവിടെ വെച്ചുണ്ടാക്കാൻ വേണ്ടിയല്ല. പിന്നെ നിധി നിനക്ക് വേണ്ടി ചെറുക്കനെ അന്വേഷിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ഭർത്താവിന് വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ? ഈശ്വരമംഗലത്തെ മരുമകളാകുമ്പോ ഞാനെന്തിനാ പാചകം പഠിക്കണേ? ഗൗതമിന്റെ നിധിയുടെ താലികെട്ട് ഞാൻ മുടക്കുമെന്ന് പറഞ്ഞപ്പോ ആന്റി വിശ്വസിച്ചില്ലല്ലോ. പക്ഷേ ഞാനത് മുടക്കി കാണിച്ചില്ലേ? അതുപോലെ ഞാൻ വീണ്ടും പറയുന്നു, ഗൗതമും നിധിയും ഒന്നാവാൻ ഞാൻ അനുവദിക്കില്ല. എന്ത് വില കൊടുത്ത് ഞാൻ എന്റെ ലക്ഷ്യം നേടും. ഇവൾ വിചാരിച്ച അവരെ പിരിക്കുക തന്നെ ചെയ്യും. ഒപ്പം ഗൗതമിനെ അടിച്ചെടുക്കൂ.
ഇവിടുത്തെ മരുമകളാകുമെന്ന പ്രതിജ്ഞയ്ക്ക് മാറ്റമൊന്നുമില്ല. എന്റെ ഭർത്താവാകുന്നത് ഗൗതമാണോ പ്രണവാണോ എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കൺഫ്യൂഷൻ. ശരി ശിവാനി, നിധിയെ പുറത്താക്കാനുള്ള നിന്റെ ശ്രമങ്ങളൊക്കെ തുടരട്ടെ. എനിക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ഞാനും സഹായിക്കാം. ഓക്കെ ആന്റി. ഉം. ഈ ചെക്കൻ കൊള്ളല്ലേ അമ്മേ? ശിവാനിക്ക് വേണ്ടി നിധി സെലക്ട് ചെയ്ത ഒരാളും മോശമാവില്ല. സൗന്ദര്യവും കുടുംബവും ജോലിയും ഒക്കെ അവള് പരിഗണിച്ചിട്ടുണ്ട്. ആന്റി, വൈകുന്നേരം ചായക്ക് എന്താ ചെറുകടി? ഏ? കഴിച്ച ചോറ് ആദ്യം തേക്കിയിട്ട് ശിവാനി, എന്നിട്ട് അടുത്തതിനെ കുറിച്ച് ആലോചിച്ചാ പോരെ? ആ, അത് മതി. എന്നാലും എന്ത് പലഹാരാണ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണ്ടേ? മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് കിട്ടിയ കുറെ ഫോട്ടോസും ബയോഡാറ്റയും നിധി നിനക്ക് അയച്ചു തന്നിട്ടില്ലേ? അതൊക്കെ കണ്ട് നീ എന്തെങ്കിലും തീരുമാനം എടുത്തോ? എനിക്ക് ആരെ ഇഷ്ടപ്പെട്ടില്ല ആന്റി. എന്റെ ഒരു ഗ്ലാമറിനെ അവരൊന്നും തീരെ പോരാ. ചേച്ചി നോക്കിക്കേ, ഈ ചെക്കൻ ഭയങ്കര ചുള്ളനാ. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ ജോലി പെർമനന്റ് അല്ല. ഇന്നത്തെ കാലത്ത് ഈ പ്രൈവറ്റ് ജോലിയൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഒരു മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിലേ വീട്ടിലിരിക്കും. നമ്മള് അതൊക്കെ ആലോചിക്കണ്ടേ? പിന്നെ എന്റെ ഭാവി ഇരുളടഞ്ഞു പോയാ നിങ്ങൾക്കൊക്കെ അതിൽ വലിയ വിഷമാവില്ലേ? അങ്ങനെയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായ ഒരു പയ്യനുണ്ടല്ലോ, അതാകുമ്പോ പണി എടുത്തില്ലെങ്കിലും ജോലി പോകുന്നുള്ള പേടി വേണ്ട. ഞാനത് കണ്ടിരുന്നു. പക്ഷേ അയാൾക്ക് ഭാവിയില് കഷണ്ടി വരാൻ സാധ്യതയുണ്ട്. നെറ്റിപ്പഴ കയറി തുടങ്ങി. അത് മാത്രമല്ല ആന്റി, ഈ സെക്രട്ടേറിയറ്റ് ആവുമ്പോഴേ എപ്പോഴും അതിന്റെ മുന്നിൽ സമരം കാണാതിരിക്കൂല. ഏതെങ്കിലും അക്രമി വലിച്ചെറിയുന്ന ഇഷ്ടിക കൊണ്ടേ അദ്ദേഹത്തിന്റെ കഷണ്ടി തല പൊട്ടി അന്തരിച്ചു പോയാ എനിക്ക് പിന്നെ ആരുണ്ട് ആന്റി? ഈ പയ്യൻ ചേച്ചിയുടെ സങ്കല്പങ്ങൾക്ക് മാച്ചാ. ഇഷ്ടംപോലെ സ്വത്തുണ്ട്, ഒറ്റ മകൻ, കാശ് ബാങ്കിലിട്ട് പലിശ കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ഞാനത് കണ്ടു. പക്ഷേ വേലയും കൂലി ഇല്ലാത്ത ഒരുത്തനെ കാശ് മാത്രം നോക്കി നമുക്ക് കെട്ടാൻ പറ്റുമോ? അത് ഹൈ റിസ്കാ. അവൻ കാശിട്ടിരിക്കുന്ന ബാങ്ക് പൊളിഞ്ഞ എന്ത് ചെയ്യും? പലിശ പോയിട്ട് മുതല് പോലും തിരിച്ചു കിട്ടില്ല. അയ്യോ, എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. കൊണ്ടുവരുന്ന ആലോചനകൾക്കെല്ലാം ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങിയ നിന്റെ കല്യാണം എവിടെ എത്തില്ല ശിവാനി. എനിക്കതിന് ധൃതിയൊന്നുമില്ല ആന്റി. പക്ഷെ ഞങ്ങൾക്ക് ധൃതിയുണ്ട്. നിന്നെ കെട്ടിച്ചു വിട്ടിട്ട് വേണം എന്റെ മോനും മരുമോൾക്ക് ഒരു ജീവിതം തുടങ്ങാൻ. ഞാൻ നിങ്ങൾക്കൊരു ഭാരമാണല്ലേ? തുറന്നു പറയാലോ, നീ ഞങ്ങൾക്കൊരു വല്ലാത്ത ഭാരം തന്നെയാ. ഗൗതമിന്റെ ജീവൻ രക്ഷിച്ച ഇവള് കുടുംബത്തിന്റെ ഭാരമല്ല, ഈശ്വരമംഗലത്തിന്റെ മണിമുത്താ. വസു, നീ ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. കൊണ്ടുവരുന്ന ആലോചനകൾക്കൊക്കെ ഇവള് മനഃപൂർവ്വം കുറ്റം കണ്ടുപിടിക്കുക. നിധി കൊണ്ടുവന്ന പ്രപ്പോസൽസ് ഒക്കെ ഞാനും കണ്ടതാ. ശിവാനിയെ അർഹിക്കുന്ന ഒരാളെ പോലും എനിക്കതിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്ത് അർഹത ഇവൾക്കുള്ളത്? കല്യാണ മണ്ഡപത്തിന്ന് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയവൾക്ക് ഇതിൽ നല്ല ഏത് ആലോചന വരാനാ?